അസ്സലാമലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മട്ടൻ മന്തി ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. എന്താ 2 പീസ് മട്ടനാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 3/4 കിലോ ഉണ്ട്. 2 പീസ് വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഒരു 3/4 കിലോ ഉണ്ട്. അത് നമുക്ക് ഒന്ന് എല്ലാം അതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം. ഇതുപോലെ ഞാനൊന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന് വരഞ്ഞൊക്കെ കൊടുത്ത് വെച്ചൊക്കെയാണ്. നമുക്കൊന്ന് മസാല തയ്യാറാക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്, ഒരു ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, ഒരു 10 പീസ് വരും ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, 2 പീസ് തക്കോലം എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് അടുപ്പിലേക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. മസാലയൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 പീസ് ചിക്കൻ സ്റ്റോക്ക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മന്തി മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീരൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കണക്കാക്കി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ചിക്കൻ സ്റ്റോക്കിനകത്ത് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഒരു ശകലം ഇട്ടാൽ മതി. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ മട്ടൻ എടുത്തു വെച്ച് ഒന്നെല്ലാം അതിനകത്തേക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. മൊത്തം നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ നമുക്കൊന്ന് മസാലയൊക്കെ അത് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് റെസ്റ്റിന് വെക്കാം. നമുക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഇളക്കി കൊടുക്കാം. ഒരു 2 സവാള നല്ല നൈസായിട്ട് അരിഞ്ഞതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഒരു ശകലം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒരു 4 പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട്. അതിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കോലം ഇട്ട് കൊടുക്കാം. 2-3 പീസ് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. 2-3 പീസ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മന്തി മസാല കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതൂടെ. നേരത്തെ ഞാൻ ജീരകം ഇട്ടില്ല, അത് വിട്ടുപോയി, അതുകൊണ്ട് ഇപ്പം ഇട്ട് കൊടുക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയോടെ ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം.
നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ മട്ടൻ എടുത്ത് വെച്ചു കൊടുക്കാം. 1 മണിക്കൂറായിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. നമുക്കിനി അതിലേക്ക് വെച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഊറി വരും. ഈ കുക്കറൊന്ന് അടച്ച് ഒരു 2 വിസിൽ കേട്ടാൽ മതി കേട്ടോ. ഇത് നല്ല പിഞ്ച് മട്ടനാണ്, അതുകൊണ്ട് 2 വിസിൽ കേൾപ്പിച്ചാൽ മാത്രം മതി. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ആ മട്ടൻ അതിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കാം. തീയിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കാം. അത് ചെല്ല റൈസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ചെറിയ ഒരു വൈറ്റ് കളറൂടെ കാണിക്കും. അത് ഞാൻ 1/2 മണിക്കൂർ ഇട്ടൊക്കെയാണ് വെള്ളത്തിൽ. അതൊന്ന് കുതിർന്ന് വരട്ടെ. നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് നെയ്യിൽ ചോറ് വയ്ക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 സവാള ചെറുതായിട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്തതാണ്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ പീസ് പട്ട ഇവിടെ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പീസ് തക്കോലം കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും മട്ടൻ്റെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് ഒരു 3 കപ്പ് വെള്ളമാണ്. നമുക്ക് 3.25 കപ്പ് വെള്ളം ചേർക്കണം. 4 കപ്പ് തികച്ച് വേണ്ട കേട്ടോ. അത് ഇതോടെ ചേർത്ത് തന്നെ നമുക്ക് വെള്ളം അളന്നെടുക്കാം. വെള്ളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3.25 ഒഴിച്ചിരിക്കുന്നത് വെള്ളം. നമുക്ക് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നാരങ്ങ കൂടെ നമുക്ക് ഉണക്ക നാരങ്ങ അതിൽ കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് അടച്ചിടാം. ഫുൾ തീ തന്നെ വെക്കണം. ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ച് വെന്തതിന് ശേഷം നമുക്ക് ഹാഫ് തീയിലിടാം. മട്ടൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ചോറ് റെഡിയായാന്നൊന്ന് നോക്കാം. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഹാഫ് തീയിലാണ് ഇട്ടിരുന്നത്. ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചോറ്. എല്ലാം റെഡിയായി ഉണ്ടോ. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. നമുക്ക് ചോറൊന്ന് വിളമ്പാം. കോരി കഴിക്കണ്ടേ. സൂപ്പർ ടേസ്റ്റാണ് ചോറ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റുമാണ് ചോറ്. കണ്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ ലിങ്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.